ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവാണ് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, അടിമാലിലേക്ക്. വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 4 അടുത്ത സമയമായി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുതുപ്പള്ളിയിലെത്തി ബെസ്റ്റ് ബേക്കറി കയറി അത്യാവശ്യം ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൂവാറ്റുപുഴയൊക്കെ എത്തിയപ്പോഴത്തേക്കിനും ഏകദേശം സന്ധ്യ കഴിഞ്ഞു. ഒരു 7-7:30 എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ മൂവാറ്റുപുഴ എത്തിയേ. അവിടെ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് കോതമംഗലം ബൈ റൂട്ടാണേ. നമ്മൾ പോകുന്ന പോക്കിൽ 1-2 സാധനങ്ങൾ നോക്കിയാണ് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മിലുവിന് 1-2 ടോയ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഷോപ്പ് നമ്മൾ തപ്പിപ്പോയപ്പോഴത്തേക്കിനും കണ്ടത് കോതമംഗലം എത്താറായപ്പം ഹണ്ണി ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് കിട്ടിയത്. അവിടെ എത്തി മിലുവിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവിടുന്ന് കയറി വേഗം ഇറങ്ങിയിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങണം. പോകുന്ന പോക്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ചെറിയ റോഡായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സ്പീഡിലൊന്നും അല്ല കേട്ടോ പോകുന്നത്. കുറച്ച് എന്ന് കഴിയുമ്പോഴത്തേക്കും റോയിച്ചിക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞു. ആൾ കയറി ഒരു പെപ്സി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം കൂടെ വേണമെന്ന്. ഒരു മാംഗോ ബാറും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്രയിൽ അതും ഉണ്ട് കേട്ടോ. ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞാൻ പതുക്കെ അങ്ങ് സൈഡായിട്ടിരിപ്പുണ്ട്. റോയിച്ച് വീണ്ടും പെപ്സി കുടിച്ചേച്ച് ഡ്രൈവ് ചെയ്യാൻ വീണ്ടും തുടങ്ങുകയാണേ. അപ്പം ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി നേരം നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. എന്തായാലും വേണ്ടില്ല, നേരിമംഗലം പാലം കഴിഞ്ഞിട്ടുണ്ടേ. പുതിയ പാലത്തിൻ്റെ പണി അപ്പുറത്തെ വശത്ത് നടക്കുന്നുണ്ട്. നേരിമംഗലം കഴിഞ്ഞാൽ പിന്നെ വേഗം നമുക്ക് വീടെത്താം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ദാ കാണുന്നു റോഷൻ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെയാണ് അവർക്ക് റൂം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന പാടെ റോയിച്ചേനെ അവർ പിടിച്ച് പൂളിലേക്ക് തള്ളിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് വേഗം വീട്ടിലേക്ക് എത്തി. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ ചെന്നതും മിലു എൻ്റെ അടുത്തേക്ക് വേഗം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. അവൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ അനിയനെ. എൻ്റെ റോയിച്ചിക്ക് ആകെയുള്ളൊരു ബ്രദറാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. പപ്പ നേരത്തെ കയറി കിടന്നിട്ടുണ്ടായിരുന്നു. പപ്പ കിടക്കുന്ന കണ്ടുകൊണ്ട് റോയിച്ച ഓടിച്ചെന്ന് പപ്പയുടെ അടുത്ത് കയറി കിടന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും പറയാം ആൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു എന്ന്. അപ്പം എന്തായാലും വേണ്ടില്ല, ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.